തുളസിയേട്ടനോട് എനിക്ക് പറയാനുള്ളത് 29 രൂപയുടെ അരി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അത് തൃശ്ശൂരിൽ എന്തുകൊണ്ട് കൊടുത്തു ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞത് അത് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞേ. ആണോ? 10 വർഷം എവിടെയായിരുന്നു, അല്ലെങ്കിൽ 9 വർഷം എവിടെയായിരുന്നു? ഈ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. സുരേഷ് ഗോപി മത്സരത്തിനില്ലായിരുന്നു. സുരേഷ് ഗോപി മത്സരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ കൊടുക്കും. വളരെ വ്യക്തമല്ലേ? വളരെ വ്യക്തമല്ലേ? രാഷ്ട്രീയ നാടകമാണ്. ജനാധിപത്യം എന്തെന്ന് മനസ്സിലാക്കി കൊടുത്തത്, അല്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മനുഷ്യത്വം എന്തെന്ന് മനസ്സിലാക്കി കൊടുത്തത് ഈ പ്രധാനമന്ത്രി മാത്രമാണ്. ഇവിടെ പട്ടിണി മരണങ്ങളുണ്ടോ? 100% ഉണ്ട്. കർഷകർ 1 ലക്ഷം കർഷകരാണ് മരിച്ചത്. അത് കണക്കുകളാണ്. അത് ആഹാരം കിട്ടാഞ്ഞിട്ടല്ല. അല്ല, കണക്കുകളാണ്. 2014 ഗ്യാസിന്റെ വില 400 രൂപയാണെങ്കിൽ 3 മടങ്ങ് കൂടിയിട്ടുണ്ട്. അതായത് 60 വർഷം കൊണ്ട് ഗ്യാസിന്റെ വില 400-നുള്ളിൽ പിടിച്ചു നിർത്താൻ കഴിയുന്ന സർക്കാർ അന്ന്. ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞ സംഭവം എന്താണ്? BJPയുടെ ഒരു സപ്പോർട്ടർ ടീമാണ്. അല്ലെ BJP അവർക്ക് ഹിന്ദു ഐക്യവേദിക്ക് BJPയുടെ സപ്പോർട്ടർ ടീമല്ല, സംഘത്തിന്റെ RSSന്റെ സപ്പോർട്ട് ടീം. RSS ആരെ സപ്പോർട്ട് ചെയ്യുന്നത്? RSS ആരെ സപ്പോർട്ട് ചെയ്യുന്നത്? BJP സപ്പോർട്ട് ചെയ്യും. BJP നമ്മളെ തൃശ്ശൂർ ജയിക്കുമോ? ജയിക്കും. 3 കാര്യങ്ങൾ ഞാൻ പറയാം. അതിനെ ഓവർകം ചെയ്ത് സുരേഷ് ഗോപിക്ക് വരാൻ കഴിയുമോ? ഒന്ന്, സുരേഷ് ഗോപി കെട്ടിപ്പടുത്തുകൊണ്ട് നല്ല രീതിയിലേക്ക് ജയിക്കും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ കൃഷ്ണരാജ് പള്ളി ഞങ്ങളുടേതാണ്, തിരിച്ചു പിടിക്കും, അതിൽ നുള്ളിക്കോ എന്ന് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തെ ബാധിക്കും. 2, പാലയോട് ചർച്ച് ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചർച്ചാണത്. ക്രിസ്ത്യാനികളുടെ തുടക്കം അവിടെ നിന്നാണ്. അത് അമ്പലമായിരുന്നു, അത് ഞങ്ങൾ വീണ്ടെടുക്കും എന്ന് പറയുന്നത്. ഇത്തരം രീതിയിലുള്ള പ്രസ്താവനകൾ ഇനി അടുത്തത് ഏത് വരും എന്ന് പറയാൻ കഴിയില്ല. രാഷ്ട്രീയത്തിൽ അത്തരം ക്രിമിനൽസുകളെല്ലാം ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ചോദ്യം അവിടെ. അതായത് അത്തരം ക്രിമിനൽസ് ഉണ്ട്. ശരിക്കും രാഷ്ട്രീയം എന്താണെന്നുള്ളത് ശരിക്കും നിങ്ങൾക്ക് അറിയാം. കുതികാൽ വെട്ടും പാരവെപ്പും വല്ലാത്ത രീതിയിലേക്ക് സംശയമുള്ളൂ. ഇത് രാഷ്ട്രീയത്തിൽ നിന്ന് സിനിമാക്കാർ പഠിക്കുകയാണോ, സിനിമയിൽ നിന്ന് രാഷ്ട്രീയക്കാർ? താങ്കൾക്ക് അതിൽ പങ്കുണ്ട്. അത് താങ്കൾക്ക് വെറുപ്പ് എന്താണെന്ന് ശരിക്കും മനസ്സിലാവും. ഇപ്പോൾ സംഘപരിവാറിനെ മുദ്ര കുത്തിയപ്പോൾ വരെ കുറച്ച് ആളുകൾ താങ്കളെ വെറുക്കുന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. എന്നെ വെറുത്ത് സ്ത്രീകള് എന്നെ പിരാവി എനിക്ക് ക്യാൻസർ രോഗന്മാരെ പിടിവിട്ടു. അതല്ല അതൊന്നും അതിന്റെ അല്ല, അങ്ങനെ പറയുന്നവരുണ്ട്. അവർക്ക് അതാണ് നല്ലതെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. അല്ല, അങ്ങനെയല്ല. ഇതിന്റെ വിഷയം താങ്കളെ വെറുക്കുക എന്ന് പറയുമ്പോൾ ക്യാരക്ടറാണ് ഞാൻ പറയുന്നത്. താങ്കളെ വളരെയധികം വെറുത്ത് അത്രയും ക്രൂരമായ വേഷങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പോ ദേവൻ ചേട്ടന് എന്റെ നല്ല സുഹൃത്താണ്. ദേവൻ ചേട്ടൻ ചെയ്യുന്ന സാധനം, ദേവൻ ചേട്ടനൊക്കെ ശരിക്കും ഒരു മനുഷ്യൻ എന്ത് വേണോ അത് ഉണ്ട് എന്നുള്ളതാണ്. രാജകീയ പ്രൗഢി. ആ രീതിയിലേക്ക് ഒരു ക്രിമിനൽ എങ്ങനെ ആവണം എന്നുള്ളത് ശരിക്കും നിങ്ങൾക്ക് ജനങ്ങളിലൂടെ കാണിച്ചു കൊടുക്കുന്ന ആളാണ് നിങ്ങൾ. ഒരു മിനിസ്റ്റർ ആകുമ്പോൾ എന്തൊക്കെ കുതികാൽവെട്ട് ചെയ്യാമെന്നുള്ളത്. രാഷ്ട്രീയത്തിൽ അത്തരം ക്രിമിനൽസുകളെല്ലാം ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ചോദ്യം അവിടെ. അതായത് അത്തരം ക്രിമിനൽസ് ഉണ്ട്. ശരിക്കും രാഷ്ട്രീയം എന്താണെന്നുള്ളത് ശരിക്കും നിങ്ങൾക്ക് അറിയാം. കുതികാൽവെട്ടും പാരവെപ്പും വല്ലാത്ത രീതിയിലേക്ക് സംശയമുള്ളൂ. ഇത് രാഷ്ട്രീയത്തിൽ നിന്ന് സിനിമാക്കാർ പഠിക്കുകയാണോ, സിനിമയിൽ നിന്ന് രാഷ്ട്രീയക്കാർ? താങ്കൾക്ക് അതിൽ പങ്കുണ്ട്. ആയിക്കോട്ടെ, ഉണ്ട്. താങ്കൾക്ക് അത്തരം രീതിയിലേക്ക് പങ്കുണ്ട്. കാര്യം ഞാൻ അത്തരം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാണ്. അതെ, താങ്കൾ അത്രയും ക്രിമിനൽ കഥാപാത്രങ്ങളെ. ഒരു മിനിസ്റ്റർ എന്തായിരിക്കണം, അദ്ദേഹത്തിന്റെ പവർ എന്താണ്, ഒരാളോട്, ഒരു പോലീസുകാരോട് എങ്ങനെ പെരുമാറണം എന്ന് താങ്കൾ പഠിച്ചിട്ട്. ഒരു സിനിമയില് മുഖ്യമന്ത്രി ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ കഥാപാത്രം പറയുന്നുണ്ട്, മുഖ്യമന്ത്രി രാജിവെക്കണം. ഇയാൾക്ക് MLA വന്നതിന് ശേഷം ഇയാൾ ആകെ പാടുള്ളൊരു സ്ലോഗനാണ് മുഖ്യമന്ത്രി രാജിവെക്കണം. ഒരാൾ പറയുന്നുണ്ട് മുഖ്യമന്ത്രി വന്നില്ലല്ലോ, അതൊന്നും എനിക്കറിയണ്ട, മുഖ്യമന്ത്രി രാജിവെക്കണം. താങ്കൾക്ക് അപ്പോൾ ഞാൻ പറയുന്നത് താങ്കൾക്ക് അത്ര രീതിയിലേക്കുള്ള ക്യാരക്ടർ ഞങ്ങളെക്കായും കൂടുതൽ ഒരുപാട് ആളുകൾ, താങ്കൾ ഒരുപാട് 350-ലേറെ ഞാൻ പറയുമ്പോൾ 400 പറയാൻ കഴിയുന്നു. താങ്കൾ പറഞ്ഞു നോട്ട് ചെയ്യാൻ. രാഷ്ട്രീയം അത്ര കണ്ട് മലീമസപ്പെട്ടുകൊണ്ടിരിക്കുന്ന വികലമായ, വികൃതമായ, വിരൂപമായിക്കൊണ്ടിരിക്കുന്ന. പക്ഷേ താങ്കൾ നല്ലൊരു രാഷ്ട്രീയ കാഴ്ചപ്പാട് ഉള്ള ഒരു വ്യക്തിയാണ്. അത് നടപ്പാക്കാൻ പറ്റാത്ത അവസ്ഥ. സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കും. 3 കാര്യങ്ങൾ ഞാൻ പറയാം. അതിനെ ഓവർകം ചെയ്ത് സുരേഷ് ഗോപിക്ക് വരാൻ കഴിയുമോ? ഒന്ന്, സുരേഷ് ഗോപി കെട്ടിപ്പടുത്തുകൊണ്ട് നല്ല രീതിയിലേക്ക് ജയിക്കും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ കൃഷ്ണരാജ് പള്ളി ഞങ്ങളുടേതാണ്, തിരിച്ചു പിടിക്കും, അതിൽ നുള്ളിക്കോ എന്ന് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തെ ബാധിക്കും. 2, പാലയോട് ചർച്ച് ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചർച്ചാണത്. ക്രിസ്ത്യാനികളുടെ തുടക്കം അവിടെ നിന്നാണ്. അത് അമ്പലമായിരുന്നു, അത് ഞങ്ങൾ വീണ്ടെടുക്കും എന്ന് പറയുന്നത്. ഇത്തരം രീതിയിലുള്ള പ്രസ്താവനകൾ ഇനി അടുത്തത് ഏത് വരും എന്ന് പറയാൻ കഴിയില്ല. അത് ഇലക്ഷൻ സമയമാകുമ്പോൾ അതെല്ലാം മറക്കും. വേറെ വിഷയമുണ്ട്. ഈ മതം എന്ന് പറയുന്ന സാധനം വെരി ഡേഞ്ചറസ്, പോയിസണാണ് മതം. മറ്റുള്ള ആളുകളെക്കാളും കൂടുതൽ ഇപ്പോൾ മദ്യത്തിന് പോലും. താങ്കൾ വാക്കിലാണോ പ്രവൃത്തിയിലാണോ
ഇഷ്ടപ്പെടുന്നത്? എനിക്ക് പ്രവൃത്തിയിലാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ പിന്നെ പ്രവൃത്തി, സുരേഷ് ഗോപിയുടെ പ്രവൃത്തി മാത്രം നോക്കിയാൽ പോലെ. പക്ഷെ അതല്ല, ഇത് ഞാൻ സുരേഷ് ഗോപി പറഞ്ഞില്ലല്ലോ. ഞാൻ മാത്രം സുരേഷ് ഗോപി പറഞ്ഞോ? സുരേഷ് ഗോപിയുടെ ഇപ്പോൾ ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞ സംഭവം എന്താണ്? BJP-യുടെ ഒരു സപ്പോർട്ടർ ടീമാണ് അല്ലെ BJP? അവർക്ക് ഹിന്ദു ഐക്യവേദിക്ക് BJP-യുടെ സപ്പോർട്ടർ ടീമല്ല, സംഘത്തിന്റെ RSSന്റെ സപ്പോർട്ട്. RSS ആരെ സപ്പോർട്ട് ചെയ്യുന്നത്? RSS ആരെ സപ്പോർട്ട് ചെയ്യുന്നത്? BJP സപ്പോർട്ട് ചെയ്യും. BJP നമ്മുടെ പ്രധാനമന്ത്രി പോലും രാഷ്ട്രീയ പാർട്ടിയാണ്. അല്ല, നമ്മുടെ പ്രധാനമന്ത്രി പോലും RSSന്റെ ഒരു രാഷ്ട്രീയ വിഭാഗമാണ് BJP എന്ന് പറയുന്നത്. അതെ, അത് ബാക്കി എല്ലാം സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അതിരിക്കട്ടെ. രാഷ്ട്രീയ വിഭാഗമാണെന്ന് പറഞ്ഞു, അവരിൽ നിന്നാണ് ഇത്തരം പ്രസ്താവന ഉണ്ടാവുന്നത്. അതായത് ഞാൻ വരെ സർവേ ചെയ്ത ആളാണ്. സുരേഷ് ഗോപി അന്ന് ജയിക്കും, സുരേഷ് ഗോപിക്ക് നല്ല രീതിയിലേക്ക് ഹൈപ്പ് ഉണ്ടായാണ്, ഹൈപ്പ് ഉണ്ടായി ജയിക്കുമെന്ന് പറഞ്ഞ സിറ്റുവേഷനിലേക്ക് ഈ ഒരു പള്ളി പ്രസ്താവനയിൽ വിശ്വസിക്കുന്നവരാണോ വോട്ട് ചെയ്യാൻ പോകുന്നത്? തീർച്ചയായും. രാജ്യത്തിന്റെ നന്മയാണോ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ വളർച്ചയും മേന്മയും നന്മയുമാണ് ലക്ഷ്യമെങ്കിൽ ഇത്തരം പ്രസ്താവനകളിലൊന്നും. പക്ഷേ തുളസിസാറിനോട് ഒരു കാര്യം പറയാം, ഞാൻ വിശ്വസിക്കില്ല, തുളസിസാർ വിശ്വസിക്കില്ല, ജനങ്ങൾ വിശ്വസിക്കും. കുറച്ച് ആളുകൾ ഒരു വോട്ട് പോയാൽ ഒരു വോട്ട് പോയി. ഞാൻ പറയുന്നത് ഒരു വോട്ട് പോയാൽ ഒരു വോട്ട് പോയി. ഒരു പോസ്റ്റ് ഇറങ്ങുമ്പോൾ വരെ ചർച്ച ചെയ്യുന്ന ഇന്ന് സോഷ്യൽ മീഡിയ സുരേഷ് ഗോപി ജയിക്കുമെന്ന് വിചാരിച്ച ആളുകൾ വരെ ഇപ്പോൾ സംശയത്തിലാണ്. കാര്യം അദ്ദേഹത്തിന്റെ പാർട്ടി അണികളോട് പോലും ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല, ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, വിഷയങ്ങൾ ഈ ഈ ഈ പിന്നെ പ്രതാപനോ അല്ലെങ്കിൽ സുനിൽകുമാറോ ജയിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ നാടിനും നാട്ടുകാർക്കും സുരേഷ് ഗോപി ജയിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് താങ്കളുടെ മറുപടി എന്താ? അദ്ദേഹം ചാരിറ്റി ഇപ്പോഴേ കുറേ ചെയ്തു കഴിഞ്ഞു, ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്തു കഴിഞ്ഞു എന്നാണ് ഞാൻ തിരിച്ച് സാറിനോട് ഉത്തരം പറയാനുള്ളത്. പക്ഷേ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സുരേഷ് ഗോപിക്ക് 100% പറ്റി. പക്ഷെ വേറെ വിഷയം, ചാരിറ്റി അല്ല രാഷ്ട്രീയ പ്രവർത്തനം. ചാരിറ്റി അല്ല രാഷ്ട്രീയ പ്രവർത്തനം. ചാരിറ്റി അല്ലേ? അല്ല, ചാരിറ്റി തന്നെയാണ് രാഷ്ട്രീയ അല്ല 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 ചാരിറ്റി എന്ന് പറയുന്നത് ഇതില് ചാരിറ്റി എന്ന് പറയുന്നതിലും രാഷ്ട്രീയ പ്രവർത്തനം തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ഒരു പ്രോബ്ലം എൻ്റെ പേഴ്സണൽ സ്വത്തെടുത്ത് ക്ലിയർ ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഗവൺമെന്റ് സർക്കാരിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുക ചെയ്യുക, സർക്കാരാണ് ശരിക്കും. ഇപ്പൊ ചാരിറ്റി ഞാൻ പറയുന്നത് ചാരിറ്റിയുടെ തലവട്ടപ്പൻ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന് ഈ പാവങ്ങൾ കൊണ്ടുകൊടുക്കും. അത് മാത്രമല്ല, ചാരിറ്റി ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു പട്ടണത്തിൽ ഉന്നമനം ആഗ്രഹിക്കുന്ന അല്ലെ ഉന്നതി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം ചാരിറ്റി. 100%. ഞാൻ പറയുന്നത് ചാരിറ്റി ബേസിലാണ്. ഇപ്പോൾ തൃശ്ശൂർ ഒരു ഐപ്പ് ഉണ്ടാക്കി വന്നത് ശരിക്കും തൃശ്ശൂർ ചാരിറ്റി, ഒരുപാട് ആളുകൾ ചാരിറ്റി ചെയ്തു എന്നുള്ളൊരു പള്ളി ഉണ്ടാക്കി കൊടുക്കുന്ന ചാരിറ്റി അല്ലേ? തീർച്ചയായും. ഞാൻ പറയുന്നത് ഇതൊന്നും സ്വന്തം ക്യാഷ് കൊണ്ട് എടുത്ത് ചെയ്യേണ്ട കാര്യമല്ല. ഇപ്പോൾ ചാരിറ്റിയുടെ തലവൻ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഫിറോസ് കുന്നുംപറമ്പിലാണ്. ഓൺലൈൻ ചാരിറ്റിയുടെ ഫിറോസ് കുന്നുംപറമ്പിൽ തവനൂർ തോറ്റുപോയി കെട്ടി ജലീലുമായിട്ട്. അല്ല, അപ്പോൾ നിങ്ങൾ ഫിറോസ് കുന്നുംപറമ്പിനെ കാട്ടി മാറ്റമല്ലേ ഈ ഊരാളുങ്കൽ, നമ്മളിപ്പോൾ ഇരിക്കുന്ന വടകര ഇരിക്കുന്ന ഈ ഊരാളുങ്കൽ സൊസൈറ്റി കാണിക്കുന്ന കൂട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ? തീർച്ചയായും. അപ്പോൾ അവരും പറ്റി പൊതു സമൂഹത്തിൽ പൊതു ചർച്ചയ്ക്ക് വരുന്നില്ല. പക്ഷെ അവർ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നില്ല. രാഷ്ട്രീയത്തിൽ നിൽക്കുന്നില്ല. അല്ല, രാഷ്ട്രീയത്തിൽ നിൽക്കുന്നില്ല. അതാണ്. അപ്പോൾ ഏതിനാണ് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ വിഭിന്നമല്ലേ രാഷ്ട്രീയം? രാഷ്ട്രീയം എന്തിനു വേണ്ടി നിൽക്കുന്നു? രാഷ്ട്രത്തിന് വേണ്ടി നിലനിൽക്കണമെന്നാണ് രാഷ്ട്രീയം. തീർച്ചയായും. എത്ര പാർട്ടികൾ, ഞാൻ BJP ഞാൻ എല്ലാവരും കുറ്റവറ്റാണെന്ന് പറയുന്നില്ല. എനിക്ക് മോദിയിൽ മാത്രമേ ഉള്ളൂ വിശ്വാസം. മോദിയിൽ മാത്രമേ, ബാക്കി എല്ലാവരും അത് നല്ല ഇതാണെന്നുള്ള വിശ്വാസം എനിക്കില്ല. അതെന്തുകൊണ്ട് നമുക്ക് പരിഗണിച്ചുകൂടാ? മോദിയിൽ എന്തുകൊണ്ടാണ് വിശ്വാസം വരാൻ കാരണം? എന്താണ് മോദിയിൽ? ഇത് ഒരുപാട് പേര് ചോദിക്കുകയും ഒരുപാട് മറുപടി പറയുകയും ചെയ്തു. ഒന്നുകൂടെ പറയാം. ഒരു സാധാരണ ഒരു പത്രപ്രവർത്തകൻ ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യം. അല്ല, മോദിയിൽ എന്തുകൊണ്ടാണ് താങ്കൾ വിശ്വാസം അർപ്പിച്ചത്? മോദിയിൽ വിശ്വസിക്കാൻ കാര്യം, ഈ ഇന്ത്യ മഹാരാജ്യം, നമ്മൾ മഹാരാജ്യം, സനാതന ധർമ്മത്തിന്റെ ഈറ്റില്ലമായ ഈ രാജ്യം ലോകത്തെ ഒരു ചെറിയ രാജ്യത്തിന് പോലും പരിചിതമാക്കിയത്, ജനാധിപത്യം എന്തെന്ന് മനസ്സിലാക്കി കൊടുത്തത്, അല്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മനുഷ്യത്വം എന്തെന്ന് മനസ്സിലാക്കി കൊടുത്തത് ഈ പ്രധാനമന്ത്രി മാത്രമാണ്. ഞാൻ അതിൽ താങ്കൾ പറഞ്ഞ പോലെ ഈ നമ്മളുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ കുറച്ചുകൂടെ കൂടുതൽ അറിയപ്പെട്ടു എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. അതുപോലെ ഓരോന്നും അംഗീകരിക്കേണ്ടത് അല്ല, ഞാൻ എനിക്ക് യാതൊരുവിധ BJPയുടെ പട്ടിണി മരണങ്ങളുണ്ടോ? 100% ഉണ്ട്. കർഷകർ 1 ലക്ഷം കർഷകരാണ് മരിച്ചത്. അത് കണക്കുകളാണ്. അത് ആഹാരം കിട്ടാഞ്ഞിട്ടല്ല. അല്ല, കണക്കുകളാണ്. അല്ല, ഞാൻ പറയുന്നത് സർക്കാരിന്റെ ഇവിടുത്തെ സർക്കാരിന്റെ കുഴപ്പങ്ങൾ. തുളസാർ, ഒരു കാര്യം പറയാം. ഈ 1360-400 രൂപ ഉണ്ടായിരുന്നു. അതായത് നരേന്ദ്രമോദി സർക്കാർ ശരിക്കും സംസാരിച്ചത് മുൻപ് കോൺഗ്രസ് ഈ രാജ്യത്തെ ജനങ്ങളെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് തള്ളിവിട്ടു, കട്ടുമുടിച്ചു എന്നാണ്. ഞാൻ പറയുന്നത് ഒറ്റ കാരണം മാത്രമാണ്. ഇവിടെ 2014 ഗ്യാസിൻ്റെ വില എത്രയായിരുന്നു? 400 രൂപയുടെ ഉള്ളിലായിരുന്നു.
സബ്സിഡി വേറെ ഉണ്ടായിരുന്നു. അത് 1180 വരെ എത്തി. താങ്കൾക്കറിയാം എത്രയാണ് 2014 ഒരു സാധാ കല്ലുമേശ്ശേരിക്ക് എത്ര രൂപയാണ് ശമ്പളം? ഓക്കെ, അതുകൂടെ പറയാം. 100%. തുളസിസാർക്ക് എത്രയായിരുന്നു അന്ന് ശമ്പളം? എന്നോട് പറയണ്ട. അതിൽ നിന്ന് എത്ര കൂടിയിട്ടുണ്ട് ഇപ്പോൾ? അത് പറയുകയാണെങ്കിൽ തമാശയാണ്. കാര്യം 15 ഞാൻ പെൻഷനായിട്ട് 20 വർഷമായി. 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വാങ്ങിയ ശമ്പളത്തിൻ്റെ ഏകദേശം 3 ഇരട്ടിയാണ് ഞാനിപ്പോൾ പെൻഷൻ മേടിക്കുന്നത്. 3 ഇരട്ടിയാണ് ഞാൻ പെൻഷൻ മേടിക്കുന്നത്. അതിൻ്റെ എത്രയോ ഇരട്ടികൾ വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. തീർച്ചയായും. അല്ല, ഞാൻ ഈ അനോമലി തിരിച്ചറിയുന്നില്ല. ഞാൻ പറയുന്നത് സെക്യൂർഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ ഗവൺമെന്റ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയും. കാര്യം അവർക്ക് നിശ്ചിതമായിട്ടുള്ള ഒരു വരുമാനം വരാനുണ്ട്. അത് മാറണം. അത് മാറേണ്ട ആവശ്യമുണ്ട്. അതിനപ്പുറത്ത് 2014 ഒരു 10,000 രൂപ ജോലി കിട്ടുന്ന ആൾക്ക് മാക്സിമം പോയി 20,000 രൂപ ആയിട്ടില്ല. താങ്കൾ സമ്മതിക്കുന്നു? മാക്സിമം പോയാൽ 12,000 ആയിട്ടുണ്ടാവും. അതും കൊറോണ കാലത്ത്. കൊറോണ വലിയ ബാധ്യതകളാണ് നമ്മൾ ഉണ്ടാക്കിയത്. നമ്മൾ തരണം ചെയ്തത് കൊറോണ, പ്രളയം, മറ്റുള്ള സംഭവങ്ങളൊക്കെ തരണം ചെയ്തിട്ടുണ്ട്. അതിനോട് ഹർത്താലുണ്ടായിരുന്നു, ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ 10,000 എന്നുള്ളത് 12,000 വേണ്ട, 15,000 ആവട്ടെ, 15,000. അപ്പോഴും ഈ കണക്ക് ശരിയാവുന്നില്ല. 2014 ഗ്യാസിന്റെ വില 400 രൂപയാണെങ്കിൽ 3 3 മടങ്ങ് കൂടിയിട്ടുണ്ട്. അതായത് 60 വർഷം കൊണ്ട് ഗ്യാസിന്റെ വില 400-നുള്ളിൽ പിടിച്ചു നിർത്താൻ കഴിയുന്ന സർക്കാർ അന്ന് ഈ സർക്കാർ UPA സർക്കാരായി. ആ സർക്കാർ 9 വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് നേരെ 1180-ലെത്തുമ്പോൾ ജോലി സാധ്യതകൾ കുറയുമ്പോൾ, ഞാൻ പറയുന്നത് ഇന്ത്യയുടെ അഭിമാനം വളർന്നിട്ടുണ്ട് എന്ന് ഞാൻ 2014 35 രൂപയ്ക്ക് കൊടുത്തിരുന്ന അരി ഇപ്പം 29 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, അത് എന്തുകൊണ്ടാണ് ഈ റേഷൻ കട ത്രൂ കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് തൃശ്ശൂർ മാത്രം സ്റ്റാർട്ട് ചെയ്തത്? എന്റെ ചോദ്യമാണ്. ചില രാഷ്ട്രീയം കാണും. തീർച്ചയായും രാഷ്ട്രീയമാണല്ലോ. രാഷ്ട്രീയമുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ രാഷ്ട്രീയം ശരിക്കും എന്താണ്. കുതികാൽവെട്ടും പാരവെപ്പും നന്നായിട്ട് അറിയുന്ന വ്യക്തിയാണ് ഞാൻ എന്ന് പറയാം. അത് വേണമല്ലോ. ഇല്ലാതെ രാഷ്ട്രീയമില്ലാത്തത് എന്താണല്ലോ? ഒരു കാര്യം പറ, ഏതെങ്കിലും ഒരു കാര്യം. ഒരു ആക്സിഡന്റിൽപ്പെട്ട് ഒരാൾ മരിച്ചു കിടന്നാൽ അത് എതിർ പാർട്ടിയുടെ ആണെന്ന് തിരിച്ചറിഞ്ഞാൽ എത്ര പേര് കൊണ്ട് അതിനെ ആശുപത്രിക്ക് ഉണ്ടാക്കും? അവിടെയും രാഷ്ട്രീയമുണ്ട്. എല്ലാത്തിനും രാഷ്ട്രീയം കാണുന്ന ഒരു സമൂഹമായി നമ്മൾ അതപ്പതിച്ചുകൊണ്ടിരിക്കുക. തുളസിയോട് എനിക്ക് പറയാനുള്ളത്, 29 രൂപയുടെ അരി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അത് തൃശ്ശൂരിൽ എന്തുകൊണ്ട് കൊടുത്തു ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞത് അത് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞേ. ആണോ? 10 വർഷം എവിടെയായിരുന്നു, അല്ലെങ്കിൽ 9 വർഷം എവിടെയായിരുന്നു? ഈ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. സുരേഷ് ഗോപി മത്സരത്തിനില്ലായിരുന്നു. സുരേഷ് ഗോപി മത്സരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ കൊടുക്കും. വളരെ വ്യക്തമല്ലേ? അതൊക്കെ വളരെ വ്യക്തമല്ലേ? രാഷ്ട്രീയ നാടകമാണ്. രാഷ്ട്രീയ നാടകം അല്ല. അങ്ങനെ ചോദിക്കട്ടെ, ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കാലത്ത് നല്ല റോഡുകൾ ആരുടെയൊക്കെ ഏരിയയിലാണെന്ന് പരിശോധിച്ച് നോക്കുക. നല്ല ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്, അതുപോലെ നല്ല ഫാക്ടറികൾ, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അതൊക്കെ അതിനകത്തെല്ലാം രാഷ്ട്രീയം ഉണ്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ അങ്ങനെയാണ് സുരേഷ് ഗോപി കൊല്ലത്ത് ചെയ്യണ്ടേ? കൊല്ലത്ത് അല്ല, അത് തൃശ്ശൂരിന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അങ്ങ് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. ആ ഒരു വാക്ക് തന്നെ വലിയ രസമല്ലേ? പക്ഷേ തൃശ്ശൂരുകാരെടുത്തില്ല. പക്ഷെ അവർ മറന്നുപോയി. ഇപ്പോൾ എടുക്കും. ആ പ്രശ്നം അങ്ങ് തീർക്കും. പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും. ഒരു കാര്യമാണ് വ്യക്തമാണ്, സുരേഷ് ഗോപി ഇത്തവണ ജയിക്കും, മന്ത്രിയാകും. ഈ രാജ്യത്തിന് ഏറ്റവും നല്ലൊരു മന്ത്രിയായിട്ട് അദ്ദേഹം മാറും. ഈ തൃശ്ശൂരിനും കേരളത്തിന് പൊതുവെയും ഒരുപാട് വൻ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നേ ഉള്ളൂ. കാത്തിരുന്ന് കാണുക. ഉറപ്പാണ്. താങ്കൾ കളിക്കളത്തിലുണ്ടാവും. വിളിച്ചാൽ, ക്ഷണിക്കാതെ പോയാൽ ഉണ്ണാതെ പോകാമല്ലോ. അതുകൊണ്ട് വിളിച്ചാൽ ഞാൻ പോകും. എൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പോകും. താങ്കൾക്കൊരു BJP-യിൽ ഒരു പദവി വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ എനിക്ക് പാർലമെൻ്ററി മോഹവും പാർട്ടി സ്ഥാനങ്ങളും വേണ്ട. അത് പറഞ്ഞാണ് ഞാൻ ആദ്യം BJP-യിലേക്ക് കാലുവെച്ചത്. ഞാനും സുരേഷ് ഗോപി ഒരു ദിവസമാണ് BJP ചേർന്നത്. ഭീമരഘു വരെ ശരിക്കും ഭീമരഘു എന്നോട് പറഞ്ഞെന്താ വെച്ചാൽ, അയ്യേ ആ സാധനത്തിൽ ഒരു സാധനം തരത്തില്ല എന്ന് പറയുന്നത്. അതായത് പാർട്ടി നേതൃത്വം, കേരളത്തിലെ പാർട്ടി നേതൃത്വം അത് നന്നാവണമല്ലോ. അല്ല, ഭീമൻ രഘു ഒരു യാത്ര കഴിഞ്ഞ് വരുന്നതിനിടയ്ക്ക് ഒരു BJP സമ്മേളനത്തിൽ ഓടിക്കാരി ചെയ്ത് BJP-കാരനായത്. നമ്മളതല്ല, നമ്മൾ ആശയപരമായ സമീപനത്തോടു കൂടിയായിരുന്നു. ആ വ്യത്യാസമുണ്ട്. പിന്നെ സുരേഷ് അദ്ദേഹത്തിൻ്റെ വേറൊരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് ഭീമൻ രഘു നമുക്ക് ചർച്ചാ വിഷയമാക്കണ്ട.